ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല നൈസായിട്ട് തേഞ്ഞു പോയൊരു വീഡിയോ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ തൊട്ടതെല്ലാം കഷ്ടകാലം എന്ന് പറയുന്ന പോലെ ഒരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ ഞാൻ കോഴിക്കോട്ടേക്കാണ് പോകണത് കേട്ടോ. നമ്മളെ തീവണ്ടിയിലാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായിരുന്നു പ്രശ്നം എന്ന് ഞാൻ വഴിയെ പറയാം. പ്രത്യേകിച്ച് ഒരു പ്രശ്നത്തിന് സ്പെസിഫൈ ചെയ്ത് പറയാൻ കഴിയില്ല, ഫുള്ള് പ്രശ്നങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ദിവസമായിരുന്നു ഇന്നേക്ക്. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ട്രെയിനിൽ കയറിയിട്ടാണ് പോകുന്നത്. എനിക്ക് ബസ്സിൽ പോകുന്നത് അത്ര വലിയ സുഖമുള്ള ഏർപ്പാടല്ല, ഞാൻ ഛർദ്ദിക്കും, വാൾ വെക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെയിനാണ് ഞാൻ എപ്പോഴും. കോഴിക്കോട്ടേക്ക് പോകാണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ട്രെയിനിലാട്ടോ പോവൽ. അപ്പോൾ നമുക്ക് ട്രെയിൻ വന്നിട്ടുണ്ടായി കേട്ടോ. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാര്യം ഇതിൽ അത്യാവശ്യം ഫുള്ള് ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റി, സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ തിരക്ക് കൂടി വന്നു. ഈ ആൾക്കാർ കൂടും തോറും ചൂടും കൂടി വരികയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ആൾക്കാർ ഇങ്ങനെ തിക്കി നിറയും തോറും ഭയങ്കര ചൂടുമായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. പക്ഷേ നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനൊക്കെ സഹിച്ചു. പിന്നെ ലാസ്റ്റ് അവിടെ എത്തിയപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പോലും എനിക്കൊരു ആൻസർ ഇല്ലാതായിപ്പോയി. അങ്ങനെ നമ്മൾ കോഴിക്കോട്ടേക്ക് എത്തി. കോഴിക്കോട്ട് നിന്ന് ഇഷ്ടം പോലെ ആൾക്കാർ കയറാണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർ കയറാണ്ടായിരുന്നു. ഞാനായിരുന്നു ലാസ്റ്റ് ഇറങ്ങിയത്. ഞാൻ വിചാരിച്ചു ഞാൻ ഇതിൻ്റെ ഇടയിൽ വീണ്, ട്രെയിനിൻ്റെയും പ്ലാറ്റ്ഫോമിൻ്റെ ഇടയിൽ വീണെന്ന് വിചാരിച്ച ആൾക്കാർ തിരക്കിയിട്ട്. പിന്നെ അതേപോലെ ഇവിടെ പണി നടക്കുകയാണ് കേട്ടോ. നമ്മുടെ മെയിൻ്റനൻസ് പണിയൊക്കെ നടക്കുകയാണ്. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു ഈ ഒരു എക്സിറ്റിൽ. പിന്നെ നമ്മൾ ഓട്ടോയ്ക്കാണ് കേട്ടോ പോണത്. ശരിക്കും ബസ്സിന് പോയാൽ മതിയായിരുന്നു, പക്ഷേ എൻ്റെ അടുത്ത് കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഗൂഗിൾ പേയിലായതുകൊണ്ട് ഞാൻ ഓട്ടോ ആണ് തിരഞ്ഞെടുത്തത്. അങ്ങനെ നമ്മൾ 10 രൂപ കൊടുത്ത് പോകേണ്ടടുത്ത് 70 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ പോയത്. അത് ഒന്നാമത്തെ ദുരന്തം. എന്നാലും ഞാൻ അതൊക്കെ സഹിച്ചു ഗൈസ്. ലാസ്റ്റത്തെ ഒരു ഇതിന് വേണ്ടിയിട്ട്, ഒരു ഔട്ട്കമ്മിന് വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ സഹിച്ചു. അങ്ങനെ നമ്മൾ ആദ്യം പോകുന്നത് ഈ പോപ്പീസ് ബ്യൂട്ടി ലോഞ്ചിലേക്കാണ് കേട്ടോ. ഞാനപ്പോൾ പോകുന്നത് നമ്മുടെ ഇയർ ടു ഇയർ സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാര്യം എൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം ഈ ഇയർ ടു ഇയർ ഏരിയ കുറച്ച് ചുരുണ്ടിരിക്കുന്നതായിരുന്നു. കാര്യം ആദ്യം സ്മൂത്തൻ ചെയ്തുകൊണ്ട് കുറച്ച് ചുരുണ്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര പൊറുതിയേടായിരുന്നു. ഇതായിരുന്നു മെയിനായിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു കളേർഡ് ഹെയറിൽ നമുക്ക് ഇയർ ടു ഇയർ സ്മൂത്തനിങ് ചെയ്യാൻ പറ്റൂല എന്ന്. ശുഭമായിപ്പോയി. കാര്യം ഞാൻ പൈസ കുറവ് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. 1000 ഉള്ളൂ ഇവിടെ. അപ്പോൾ ഞാൻ അത് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ വന്ന പൈസയും കൂടെ നഷ്ടമായിട്ട് നമുക്ക് പോയിട്ടുണ്ടായി. പിന്നെ അവർ പറഞ്ഞു ബൊട്ടോക്സ് ബയോട്ടിൻ അതൊക്കെ ചെയ്യാമെന്ന്. പക്ഷേ സ്റ്റാർട്ടിങ് 3000 ആണെന്ന് പറഞ്ഞു. അതോടെ ഞാൻ ആ സ്റ്റെപ്പ് അതേപോലെ താഴത്തേക്ക് ഇറങ്ങി. അത് താങ്ങാൻ തൽക്കാലം എനിക്ക് കഴിയൂല. പിന്നെ നമ്മൾ നേരെ ഗോകുലത്തിലേക്ക് പോയിട്ടോ. ഗോകുലത്തിലേക്ക് പോയത് മെയിനായിട്ട് നമ്മൾ തനിഷ്കിൽ കയറാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടുന്ന് ഒരു നോസ് പിൻ എടുക്കണമായിരുന്നു. നോസ് പിന്നല്ല, ജെ ടൈപ്പ് ഇയറിങ്. അപ്പം നമ്മൾ ചെന്ന സമയത്ത് ഈ വിഷു ആയതുകൊണ്ട് മയിലൊക്കെ ഇങ്ങനെ പീലി വിടർത്തി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തനിഷ്കിൽ കയറിയ സമയത്ത് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നേ കാണാൻ. കുട്ടി ഭയങ്കര ക്യൂട്ടായിട്ട് ഈ ഇവിളായിൻ്റെ ബ്രേസ്ലെറ്റും അതേപോലെ തന്നെ ചെയിനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ചെയിൻ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൈ ഇങ്ങനെ തരിക്കുകയായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് വേണ്ട, ഒരു ചെയിൻ ഓൾറെഡി ഉണ്ട്. ഇനിയിപ്പോൾ കല്യാണമൊക്കെ കഴിയട്ടെ, നമുക്കൊന്ന് എടുക്കണം. എന്തായാലും ഞാൻ ഇവിളായിൻ്റെ കണ്ടു വെച്ചിട്ടുണ്ട്. ഫേവറേറ്റ് ആണ് ഇവിളായിൻ്റെ. അതേപോലെ തന്നെ കുറേ ചെയിൻസ് വേറെ കുട്ടി നമ്മൾ അധികം ഹെവി ചെയിൻസ് ഒന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കുട്ടിയായിട്ട് കുറേ ചെയിനിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ നോസ് റിങ് നോക്കിയ സമയത്ത്, അതായത് ജെ ടൈപ്പ് നോസ് പിന്ന് നോക്കിയ സമയത്ത് എൻ്റെ മൂക്ക് കുത്തിയത് കുറച്ചും കൂടെ മേലോട്ടേക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു നോസ് റിങ്ങും ഫുള്ളായിട്ട് എനിക്ക് കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റ് കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്നും ഇറങ്ങി. പിന്നെ നമ്മൾ നൈക്കെ കയറിയപ്പോൾ അവർ പറഞ്ഞു ഇവിടെ വീഡിയോ അലൗഡ് അല്ലാന്ന്. പിന്നെ നമ്മൾ മാക്സിൽ കയറി. അമ്മയ്ക്ക് 2-3 ടോപ്പ് എടുക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ 2 ടോപ്പും ഒരു ലെഗിങ്സും അമ്മയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായി. എൻ്റെ അമ്മയ്ക്ക് ഒന്നും പറ്റാത്ത ആളാണ്. ഭാഗ്യത്തിന് ഇത് മാത്രമാണ് ഇവിടെ വന്നിട്ട് നടന്നത്. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ അടുത്തെടുത്ത ടോപ്പ്. ഇത് മാത്രമാണ് നമ്മളൊന്ന് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയത്. പിന്നെ നമ്മൾ ഷുഗറിൽ കയറിയിട്ട് 2-3 പ്രൊഡക്റ്റ് നോക്കാണ്ടായിരുന്നു. അത് നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ മൈ ഒ പിയിൽ കയറി. എനിക്കെൻ്റെ ഇതിന് വേണ്ടിയിട്ട്, അതായത് മാരേജിന് വേണ്ടിയിട്ട് നല്ലൊരു പെർഫ്യൂം കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ പെർഫ്യൂമൊക്കെ നോക്കി. അതിലൊരു പെർഫ്യൂം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ജാസ്മിൻ്റെ സ്മെല്ല് വരുന്നത് നല്ല ഇഷ്ടമായി. അത് പാക്ക് ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴാണ് ഞാൻ അവരോട് അതിൻ്റെ റേറ്റ് ചോദിച്ചത്. പക്ഷേ റേറ്റ് ഇത്തിരി കൂടുതലായിരുന്നു, എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അതും മേടിക്കാൻ പറ്റിയില്ല കേട്ടോ എനിക്ക്. പിന്നെ നമ്മൾ മാമാർത്ത് കയറി. വെറുതെ കയറിയതാണ്, കാരണം വിചാരിച്ച് കയറിയതല്ല, കണ്ടപ്പോൾ കയറി. അവിടുന്ന് ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ഞാൻ ട്രൈ ചെയ്തു. അതിൻ്റെ ഷെയ്ഡ് വരുന്നത് എക്സ്പ്രസോ ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡായിരുന്നു കേട്ടോ അവരുടെ സോഫ്റ്റ് മാറ്റ് ലിപ്സ്റ്റിക്കിൽ.
പക്ഷേ അത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ ഓൺലൈൻ നോക്കിയപ്പോൾ അത് സ്റ്റോക്ക് ഔട്ടായിരുന്നു. അങ്ങനെ അതും തീരുമാനമായി. പിന്നെ നമ്മൾ ഫുഡ് കോർട്ടിൽ വന്നു. ഫുഡ് കോർട്ടിൽ വന്നിട്ട് ഒരു ഗ്രേപ്സിൻ്റെ ജ്യൂസ് വാങ്ങി. ഒടുക്കത്തെ തണുപ്പ്, എനിക്ക് കുടിക്കാനേ വയ്യായിരുന്നു. ചുമച്ച് ഞാൻ ഇല്ലാതായി പോയിട്ട് ഒടുക്കത്തെ തണുപ്പ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 130 ആയിരുന്നു ഈ ഒരു ചെറിയ ഗ്ലാസ്സിന്. അതും പോട്ടെ, ദാഹിച്ചുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. പക്ഷെ തണുപ്പ് കാരണം എനിക്ക് പകുതി കുടിക്കാനേ പറ്റുള്ളൂ. അതും അവിടെ പകുതിക്ക് വെച്ച് ഞാൻ ഇറങ്ങി. പിന്നെ അവിടെ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഡ്രസ്സിൻ്റെ നല്ല നല്ല ടോപ്സ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടെ ഒരു കൗണ്ടറിൽ സിൽവറിൻ്റെ ജ്വല്ലറീസ് ഇങ്ങനെ ഈ ഒരു റോസ് ഗോൾഡ് ഷെയ്ഡിൽ അവർ വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത് കളറ് പോകുമെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഡെയിലി യൂസ് ചെയ്താൽ കളർ പോകുന്നു. അപ്പോൾ നമുക്ക് പിന്നെ മേടിച്ചിട്ട് കാര്യമില്ലല്ലോ, കളർ പോകുന്നതാണെന്നുണ്ടെങ്കിൽ പിന്നെ മേടിച്ചിട്ട് എന്താ കാര്യം. പക്ഷെ നല്ല നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കേട്ടോ, നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ ദൗത്യങ്ങളും പരാജയപ്പെട്ട ഞാൻ വളരെ മാന്യമായിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഞാൻ ഇന്നെ തന്നെ കൺട്രോൾ ചെയ്ത് പിടിക്കായിരുന്നു. എനിക്ക് ദേഷ്യം, എനിക്ക് തലപ്രാന്ത് പിടിച്ച് പോകുമായിരുന്നു കേട്ടോ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഇന്നെ തന്നെ കൺട്രോൾ ചെയ്ത് വീട്ടിലെത്തണ്ടേ ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ എല്ലാവരും അപ്പുറത്തെ ഭാഗത്താണ് ട്രെയിൻ കയറുന്നതുണ്ടെങ്കിൽ ഞാൻ ഇപ്പുറത്തെ ഭാഗത്തു നിന്നാണ് ട്രെയിൻ കയറൽ. ഇതൊരു ശീലമായിപ്പോയി. ഇവിടുന്ന് കയറിയാൽ പെട്ടെന്ന് സീറ്റ് കിട്ടും. അതായത് അവിടുന്ന് ആൾക്കാർ കയറുമ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് കയറിയിട്ട് സീറ്റ് പിടിക്കാം. അങ്ങനെ ഒരു ഇതിൽ ഞാൻ കയറി. സൈഡ് സീറ്റ് ആയിരുന്നു എൻ്റെ ലക്ഷ്യം. സൈഡ് സീറ്റ് കിട്ടിയില്ലെങ്കിലും നമുക്ക് നടുവിലത്തെ സീറ്റ് കിട്ടി. അങ്ങനെ ഭയങ്കര വിഷമിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ സീറ്റിലിരുന്നു. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പറ്റാളതൊക്കെ പറ്റി. ഈ വരവ് വെറുതെ ആയിപ്പോയി. ജസ്റ്റ് അമ്മയ്ക്ക് 2 ഡ്രസ്സ് എടുക്കാൻ മാത്രമേ എന്നെ കൊണ്ട് കഴിഞ്ഞുള്ളൂ. എന്നാലും വേണ്ടിയില്ല, അമ്മ ഒന്ന് ചിരിച്ചു കണ്ടു കുറേ കാലങ്ങൾക്ക് ശേഷം. അതുകൊണ്ട് എനിക്ക് തൃപ്തിയായി. അങ്ങനെ നമ്മൾ കുറേ നേരം ഇരുന്നും കിടന്നും ഉറങ്ങിയിട്ടൊക്കെ നമ്മൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തി ഗോയ്സ്. അവിടുന്ന് എനിക്ക് ഭയങ്കര വെള്ളത്തിന് ദാഹമായിരുന്നു. അവിടുന്ന് ഒരു നാരങ്ങ സോഡ കുടിച്ചതാണ് ഗൈസ്. കഴിച്ചിട്ട് ഇറക്കം വയ്യായിരുന്നു, ഭയങ്കര കയ്പ്പായിരുന്നു. വെള്ളത്തിൽ വരെ പരാജയങ്ങളായിരുന്നു എനിക്ക്. അങ്ങനെ അത് പകുതിക്ക് വെച്ച് അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ ബസ്സിൽ കയറി എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും പരാജയങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.